പ്രതീക്ഷകൾ തുറന്ന് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു. വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി ഉപാധികളോടെ അനുമതി നൽകി. സംസ്ഥാന സർക്കാരിന് ഇനി ടെൻഡർ നടപടിയുമായി മുന്നോട്ടു പോകാം. പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ഉടൻ ലഭ്യമാകുമെന്ന് ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. $2134 കോടി ചെലവ് കണക്കാക്കിയിട്ടുള്ള പദ്ധതിയുടെ ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുക. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനു കീഴിലെ വിദഗ്ധ സമിതിയുടെ മെയ് 14-15 തീയതികളിൽ നടന്ന യോഗത്തിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ അനുമതി നൽകിയതെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് പറഞ്ഞു. മെയ് മാസം 14-15 തീയതികളിൽ വീണ്ടും എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ യോഗം ചേരുകയും ആ യോഗത്തിന്റെ ഭാഗമായി നമ്മൾ കൊടുത്ത അധിക വിവരങ്ങൾ പരിഗണിച്ച് നമ്മുടെ തുരങ്കപാതയ്ക്ക് റെക്കമെൻഡേഷൻ അവർ നൽകുകയും ചെയ്തിരിക്കുന്ന സന്തോഷ വാർത്തയാണ് നിങ്ങളെ ഏവരെയും എനിക്ക് അറിയിക്കാനുള്ളത്. നേരത്തെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കോൺട്രാക്ടർ നിലവിലുള്ള നമ്മുടെ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എഗ്രിമെന്റ് വെച്ച് പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി കഴിയും. കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട 4 വരി തുരങ്കപാതയ്ക്ക് സംസ്ഥാന വിദഗ്ധ സമിതി മാർച്ചിൽ അനുമതി നൽകിയിരുന്നു. 60 ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി അന്തിമ പാരിസ്ഥിതികാനുമതി നൽകിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങും. ഇതോടെ കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കാനാവുമെന്നും പ്രവൃത്തികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് വൈകാതെ നടത്തുമെന്നും ലിൻഡോ ജോസഫ് പറഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.